ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ശലോമോനെ അവൻ്റെ അപ്പനു പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. ഹീരാം എല്ലായ്പ്പോഴും ദാവീദിൻ്റെ സ്നേഹിതനായിരുന്നു. ശലോമോൻ ഹീരാമിൻ്റെ അടുക്കൽ ആളയച്ചു പറയിച്ചതെന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദിൻ്റെ ശത്രുക്കളെ യഹോവ അവൻ്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ അവനു കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എൻ്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ ഇതാ, ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിലിരുത്തുന്ന നിന്റെ മകൻ എൻ്റെ നാമത്തിന് ഒരാലയം പണിയുമെന്ന് യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഒരാലയം പണിവാൻ ഞാൻ വിചാരിക്കുന്നു. ആകയാൽ ലെബാനോനിൽ നിന്ന് എനിക്കായി ദേവദാരുമരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം. എൻ്റെ വേലക്കാർ നിന്റെ വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കും. നിന്റെ വേലക്കാർക്കും ഈ പറയുന്ന കൂലി ഞാൻ എത്തിച്ചു തരാം. സീദോന്യരെ പോലെ മരം മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല എന്ന് നീ അറിയുന്നുവല്ലോ. ഹീരാം ശലോമോന്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു. ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹീരാം ശലോമോന്റെ അടുക്കൽ ആളയിച്ചു പറയിച്ചതെന്തെന്നാൽ, നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു. ദേവദാരുവിൻ്റെയും സരളമരത്തിൻ്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെയും ഞാൻ ചെയ്യാം. എൻ്റെ വേലക്കാർ ലെബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ച് കെട്ടഴിപ്പിച്ചു തരാം. നീ ഏറ്റുവാങ്ങണം. എന്നാൽ എൻ്റെ ഗൃഹത്തിന് ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എൻ്റെ ഇഷ്ടവും നിവർത്തിക്കണം. അങ്ങനെ ഹീരാം ശലോമോന് ദേവദാരുവും സരളമരവും അവൻ്റെ ഇഷ്ടം പോലെ ഒക്കെയും കൊടുത്തു പോന്നു. ശലോമോൻ ഹീരാമിൻ്റെ ഗൃഹത്തിലേക്ക് ആഹാരം വകയ്ക്ക് 20,000 പറ ഗോതമ്പും 20 പറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുത്തു. ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതോറും കൊടുക്കും. യഹോവ ശലോമോനോട് അരുളി ചെയ്തതുപോലെ അവന് ജ്ഞാനം നൽകി. ഹീരാമും ശലോമോനും തമ്മിൽ സമാധാനമായിരുന്നു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടിയും ചെയ്തു. ശലോമോൻ രാജാവ് ഇസ്രായേലിൽ നിന്നൊക്കെയും ഊഴിയവേലക്കാരെ വരിയിട്ടെടുത്തു. ഊഴിയവേലക്കാർ 30,000 പേരായിരുന്നു. അവനവരെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലെബാനോനിലേക്ക് അയച്ചു. അവർ 1 മാസം ലെബാനോനിലും 2 മാസം വീട്ടിലുമായിരുന്നു. അദോനീരാം ഊഴിയവേലക്കാർക്ക് മേധാവിയായിരുന്നു. വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന 3,300 പ്രധാന കാര്യക്കാരന്മാരൊഴികെ ശലോമോന് 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു. ആലയത്തിന് ചെത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനമിടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ലുവെട്ടി. ശലോമോന്റെ ശില്പികളും ഹീരാമിൻ്റെ ശില്പികളും ഗബാലിയരും ആലയപ്പണിക്കായി മരവും കല്ലും ചെത്തിയൊരുക്കി. വായിച്ചതായ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.